ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കാണാനിരിക്കുന്നത് ഇന്ത്യയിൽ പുതുതായി റിലീസ് ചെയ്യാൻ പോകുന്ന അപ്കമ്മിങ് ന്യൂ ബൈക്സ് ആണ്. ആദ്യത്തെ ബൈക്ക് എന്ന് പറയുന്നത് ഹോണ്ടയുടെ സ്വന്തം CBF 190R ആണ്. ഇത് ഓൾറെഡി തന്നെ ഇന്തോനേഷ്യയിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഇന്ത്യയിലും റിലീസ് ചെയ്യാനായി ഇന്ത്യയിൽ തന്നെ പാറ്റൻറ്റും ആയി കഴിഞ്ഞു. ഇതിൻ്റെ റിലീസ് ഡേറ്റ് നോക്കുമ്പോൾ ഇത് വന്നിട്ട് എൻഡ് ഓഫ് 2020 അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ക്വാർട്ടർ 2021 റിലീസാകുന്നത്. ഇതിൻ്റെ എൻജിൻ നോക്കിക്കഴിഞ്ഞാൽ 184cc സിംഗിൾ സിലിണ്ടർ കൂൾഡ് മോട്ടറാണ്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കാൻ പോയാൽ 16.86 PS at 8000 RPM, 16.3 Nm of torque at 7000 RPM ആണ്. ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ 12 liters ആണ്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ് ലാമ്പും LED ആണ് ആൻഡ് ഇതിൻ്റെ ടെയിൽ ലൈറ്റും LED ആണ്. ഇനി ഇൻ്റർനാഷണൽ വേരിയൻറ്റിന് വരുന്നത് ഫ്രണ്ടിൽ വന്നിട്ട് അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്. ബട്ട് ഇന്ത്യയിലെ കോസ്റ്റ് കട്ടിങ് കാരണം ഇതിൽ വന്നിട്ട് വരാൻ പോകുന്നത് കൺവെൻഷണൽ ഫോർക്സ് ആയിരിക്കും. ബാക്കിൽ വന്നിട്ട് 8 അഡ്ജസ്റ്റബിൾ മോണോ സസ്പെൻഷനാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല മസ്കുലറുമാണ്. അതുമില്ലാതെ ഒരു ഫ്രഷ് ലുക്കും ഹോണ്ടയ്ക്ക് തരുന്നതായിരിക്കും. അതുമില്ലാതെ ചില റൂമേഴ്സും വരുന്നുണ്ട് ഇത് വന്നിട്ട് ഹോർനെറ്റിൻ്റെ ഡയറക്റ്റ് റീപ്ലേസ്മെൻ്റ് ആയിരിക്കുമെന്ന്. എന്തെന്ന് വെച്ചാൽ എക്സ്പ്ലൈഡിൻ്റെ BS6 ബൈക്സ് ഇറങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതേ സെയിം എൻജിൻ സ്പെസിഫിക്കേഷൻസ് ഉള്ളതാണ് ഹോർനെറ്റും. ബട്ട് ആ ബൈക്ക് റിലീസായിട്ടില്ല ഇതുവരെയ്ക്കും. സോ ഇത് വന്നിട്ട് തന്നെ ഹോണ്ടയുടെ ഡയറക്റ്റ് റീപ്ലേസ്മെൻ്റ് ആയിരിക്കും ഹോർനെറ്റിന്. സോ ഇത് കാരണം തന്നെ ഹോണ്ടയുടെ സ്പോർട്സ് ബൈക്ക് സെഗ്മെൻറ്റ്സിൽ ഉള്ള സെയിൽസ് വന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സഹായിക്കും. അതും കൂടാതെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വന്നിട്ട് റെപ്സോൾ എഡിഷൻ ഉണ്ട്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണോ ഇല്ലെന്ന് റിലീസിങ് ടൈമിൽ അറിയാൻ കഴിയും. സോ ഇതിൻ്റെ ടയർ സൈസ് നോക്കാൻ പോയാൽ ഫ്രണ്ടിൽ വന്നിട്ട് 100/80, റിയർ നോക്കാൻ പോയാലോ 140/60. ഇതിൻ്റെ പ്രൈസ് ആറ്റ് എക്സ്ഷോറൂം വന്നിട്ട് 1,20,000 rupees ആണ്. അടുത്ത് നമ്മൾ കാണാൻ നമ്മൾ ഏവരും കാത്തിരുന്ന റോയൽ എൻഫീൽഡിൻ്റെ മീറ്റിയോർ 350 ആണ്. ഇതിൻ്റെ സ്പൈ ഇമേജസ് നിങ്ങൾ വന്നിട്ട് ഇൻ്റർനെറ്റിൽ കണ്ടു, ബിക്കോസ് ഇത് വന്നിട്ട് ഇന്ത്യയിൽ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റിലീസ് ഡേറ്റ് നമുക്ക് കൺഫേം ആയി കിട്ടിയിട്ടുണ്ട്. ഇത് റിലീസാകാൻ പോകുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൽ ഓഫ് 2021 ഇത് വന്നിട്ട് ഡയറക്റ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് തണ്ടർബേർഡ് 350 ആൻഡ് 500 ആയിരിക്കും. ഇത് വന്ന് ബിൽഡ് ചെയ്തിരിക്കുന്നത് പുതിയ റോയൽ എൻഫീൽഡിൻ്റെ ന്യൂ 350 സീരീസ് പ്ലാറ്റ്ഫോമിലായിരിക്കും. ഇതിൻ്റെ എൻജിൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ന്യൂ SOHC എൻജിനായിരിക്കും. സോ കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇത് വന്നിട്ട് കൂടുതൽ റിഫൈൻഡ് ആൻഡ് ലെസ് വൈബ്രേഷൻ ആൻഡ് കൂടുതൽ പെർഫോമൻസ് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എൻജിനിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂ റോയൽ എൻഫീൽഡിൻ്റെ 6 സ്പീഡ് ട്രാൻസ്മിഷനാണ്. അതുമല്ലാതെ ഈ ബൈക്കിൽ വന്നിട്ട് പുതുതായി റോയൽ എൻഫീൽഡിൻ്റെ ഡബിൾ ക്രാഡിൽ ചേസസ് ആൻഡ് ഫ്രെയിമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. സോ നോർമൽ സിംഗിൾ ക്രാഡിൽ ഫ്രെയിമിനെക്കാട്ടിലും വൈബ്രേഷൻസ് കുറവായിരിക്കും ഈ ബൈക്കിന്. ഈ പുതിയ പ്ലാറ്റ്ഫോമിൽ തന്നെ റോയൽ എൻഫീൽഡ് അടുത്ത് വരാൻ പോകുന്ന 350 സീരീസുള്ള ബൈക്സ് വന്നിട്ട് റിലീസ് ചെയ്യാമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഹെഡ് ലാമ്പ് നോക്കാൻ പോയാൽ ഇത് വന്നിട്ട് ഫ്രണ്ടിൽ ഹാലജൻ ലാമ്പായിരിക്കും വിത്ത് LED DRLs. ഇതിൻ്റെ മീറ്റർ കൺസോൾ നോക്കാൻ പോയാൽ റൗണ്ട് മീറ്റർ കൺസോൾ വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. ഫ്രണ്ടിൽ വന്നിട്ട് കൺവെൻഷണൽ ടെലിസ്കോപ്പിക് ഫോക്സ് ആൻഡ് ബാക്കിൽ വന്നിട്ട് ട്വിൻ ഷോക്ക് അബ്സോർബ്സ് ആയിരിക്കും. ഇതിൽ അലോയ് വീൽസ് വന്നിട്ട് സ്റ്റാൻഡേർഡായി കൊടുത്തിട്ടുണ്ട് വിത്ത് ഡ്യുവൽ ഡിസ്ക് ബ്രേക്സ് വിത്ത് ABS. ഇത് ഇപ്പോൾ ഇരിക്കുന്ന BS6 350 എഞ്ചിനെക്കാട്ടിലും കൂടുതൽ റിഫൈൻഡ് ആയിരിക്കുമെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. സോ ഇത് വന്നിട്ട് റിലീസ് ചെയ്യുന്ന വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഇൻഫർമേഷൻസ് റോയൽ എൻഫീൽഡ് തരുമെന്നാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. സോ കാത്തിരുന്ന് നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ കാണാനിരിക്കുന്ന BMWൻ്റെ പുതുതായി ഇറങ്ങാൻ പോകുന്ന 310R ആണ്. ഇതിൻ്റെ ലുക്ക് നോക്കാൻ പോയാൽ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ പോയിൻ്റായ ഇതിൻ്റെ ഹെഡ് ലാമ്പിൽ തന്നെ വലിയ ഒരു ഡിഫറൻസ് ആണ് BMW നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ് ലാമ്പ് പുതിയ BS6 എഡിഷനിൽ വന്നിട്ട് ഫുൾ ആൻഡ് ഫുള്ളി LED ആയി മാറ്റിക്കഴിഞ്ഞു. ഹെഡ്ലൈറ്റ് കുറച്ചും കൂടെ സ്ലീക്കർ ആൻഡ് അതോടൊപ്പം തന്നെ ഇതിനെ ഫുൾ LED ആക്കിയിട്ടുണ്ട്. അതുമല്ലാതെ ഇതിൻ്റെ ലുക്സ് എല്ലാം വന്നിട്ട് കുറച്ചും കൂടെ മസ്കുലർ, അതോടൊപ്പം തന്നെ നല്ല ചേഞ്ചും വരുത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ BMW F900R പോലെ വിത്ത് LED ഇൻഡിക്കേറ്റേഴ്സോടൊപ്പമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ പെട്രോൾ ടാങ്ക് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പെയിൻറ്റ് സ്കീം വന്നിട്ട് കുറച്ചും കൂടെ മാറ്റ് കളേഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് കുറച്ചും കൂടെ സെക്സി ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടിരിക്കും. ഇത് വന്നിട്ട് പവർ ചെയ്തിരിക്കുന്നത് പുതുതായി BS6 കംപ്ലൈൻ്റ് ആയ 313cc എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കാൻ പോയാൽ 340 PS at 9500 RPM, അതുമല്ലാതെ 48 Nm of torque at 7500 RPM. ഇതിന് വന്നിട്ട് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വിത്ത് എ സ്ലിപ്പർ ക്ലച്ച്.
ഇതിൻ്റെ ഫ്രെയിം നോക്കാൻ പോയാൽ ഇത് വന്നിട്ട് ട്രെലിസ് ഫ്രെയിമാണ്. ഫ്രണ്ടിൽ നോക്കാൻ പോയ 43mm അപ്സൈഡ് ഡൗൺ ഫോക്സും റിയറിൽ വന്നിട്ട് മോണോ സസ്പെൻഷനാണ്. ഇതിന് വന്നിട്ട് ഡ്യുവൽ ഡിസ്ക് ബ്രേക്കാണ് വിത്ത് ABS ആസ് സ്റ്റാൻഡേർഡ് ആണ്. താങ്ക് യു ഗായ്സ്. പുതുതായി ഇനി പോലത്തെ മോട്ടോ ആൻഡ് ടെക് വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.